എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി നല്ല ഹൈ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ നോക്കിയാൽ അറിയാം, ഗ്രാഫിൽ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയും R1 മുകളിൽ ഓപ്പൺ ആയി അതിനുശേഷം R2 പോയതിനു ശേഷം R2 താഴെ ഇറങ്ങി. ഈ R2 താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് പുട്ട് ഓപ്ഷൻ എടുക്കുന്നവർക്ക് ഇവിടെ 579 391, അതായത് ഏകദേശം 180 പോയിന്റ് നല്ല വൺ സൈഡ് മൂവ്മെന്റ് കിട്ടുമായിരുന്നു. കാശിൽ വന്നിട്ട് ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ആയി നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയും വന്നിട്ട് ഓപ്പണിങ് ഹൈ അടിച്ചു. പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വന്നിട്ട് R1 അടിച്ചു, R2 പോയില്ല. പക്ഷെ ഇവിടെ R1 കട്ട് ചെയ്തു. നമ്മൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് കഴിവ് അവോയ്ഡ് ചെയ്യുക. ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പുട്ട് ഓപ്ഷൻ എടുത്താൽ ചെറിയ ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ US അവരുടെ ഫെഡറേഷൻ റേറ്റ് കട്ട് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റാണ് മാർക്കറ്റ് ഓപ്പണിങ്ങിൽ കണ്ടത്. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും, എന്നാലും നമ്മുടെ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ തോന്നിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നല്ല ഹൈയിൽ നിൽക്കുന്ന ഷെയർസിൽ നിന്ന് പോയി ഡെലിവറി വൈസ് എടുക്കാതിരിക്കുക. നല്ല കറക്ഷൻ വന്ന ഷെയറുകളുണ്ട്. ആ ഷെയറുകളൊക്കെ നമ്മൾ ഈ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഷെയറുകൾ മുകളിലോട്ട് കയറി പോകും. അപ്പം ആ ഷെയറുകൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറിലൊക്കെയുള്ള ഷെയറുകൾ നല്ല കറക്ഷൻ വന്ന ഷെയറുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ ചാൻസുകൾ കിട്ടാം നമുക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയർ 11 ഷെയറാണ് എടുത്തിരുന്നത്. ഈ 11 ഷെയറിൽ 5 6 ഷെയർ നല്ല അടിപൊളി ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. HSCLന്റെ ആവറേജ് കണ്ടില്ലേ, 667. കറക്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഷെയർ ഇറങ്ങിപ്പോയി. അതുപോലെ BSCക്കകത്തൊക്കെ നല്ല BSC ആവറേജ് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ക്രസ്റ്റ് സൂപ്പർ ചാൻസ് ആയിരുന്നു. യുണൈറ്റഡ് പൂളി അടിപൊളി ചാൻസ് ആയിരുന്നു. ഗ്രാഫൈറ്റ് അടിപൊളി ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഷെയറിനകത്ത് നല്ല ചാൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു 3-4 ഷെയർ നോക്കാം. അത് ഈ HSC നോക്കാം. 67-68 എൻ്റെ ആവറേജ്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ഓപ്പണിങ് ശ്രദ്ധിച്ചറിയുന്നത് ഇതാണ് ഹൈ അടിച്ചിരിക്കുന്നത്. 660 ഈ ക്യാനിൻ്റെ ഹൈ 667.40. അവിടുന്ന് ഒരു എൻട്രി എടുത്ത് 67-66 ഒരു എൻട്രി എടുത്തവർക്ക് 32 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 34-35 രൂപ പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ് ആ ഷെയറിനകത്ത്. അതുപോലെ ക്രസ്റ്റ് എന്ന് പറയുന്ന ഷെയർ, ക്രസ്റ്റിനകത്ത് 2-3 പ്രാവശ്യം നല്ല ചാൻസ് കൊടുത്തു. ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ പോയി R1 അടിച്ചു ഇറങ്ങി. 573-74 റേഞ്ചിൽ ഒരു എൻട്രി എടുത്തവർക്ക് വൺ സൈഡ് 510 60 രൂപ പോയിന്റ് 60 പോയിന്റാണ് കൊടുത്തത് ഒരു ഷെയറിൽ. അവിടെ നേരെ തിരിച്ച് വീണ്ടും കണ്ടില്ലേ ഒരു ഹെവി മൂവ്മെന്റ് കൊടുത്ത് വീണ്ടും പോയി പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരെ പോയി. R1 മുകളിൽ പോയി ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കുത്തനെ ഇറങ്ങി 573 532 2 പ്രാവശ്യം ഹെവി പ്രോഫിറ്റ് ഷെയറിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം യുണൈറ്റഡ് പോളി എന്ന് പറയുന്ന ഷെയർ യുണൈറ്റഡ് പോളി ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് നടന്ന് ഇടയ്ക്ക് ഒറ്റയടിക്ക് ഹൈയിൽ പോയി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഇവിടെ ഒരു 117 എൻട്രി കിട്ടിയവർക്ക് 112, ലാസ്റ്റിലോട്ട് വരുമ്പോൾ അത് 110-11 അതായത് 6 രൂപ പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് അതിനകത്തും കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല മൂവ്മെൻ്റ് ആണ് ഓരോ ഷെയർസിനകത്തും കിട്ടുന്നത്. പക്ഷെ നമ്മൾ കറക്റ്റ് ടൈം അത് കട്ട് ചെയ്യുന്ന നോക്കിയിരുന്ന് ചെയ്താൽ മാത്രം മതി. അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് ഇത് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയാണ്, നമ്മുടെ ഷോർട്ട് സെൽ സ്ട്രാറ്റജിയാണ്. അതിനകത്ത് CPR വെച്ച് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്.
അത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ചാൻസ് എടുക്കുക. അല്ലാതെ ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം പോയി ഹെവി ട്രേഡ് എടുക്കരുത്. ചെറിയ ട്രേഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നാളെ നമ്മൾ 12 ഷെയറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 12 ഷെയറിൽ നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളാണ്. ഈ സൺടെക് എന്ന് പറയുന്ന ഷെയറിൻ്റെ ആവറേജ് ശ്രദ്ധിച്ചറിയാം. ആവറേജിനെക്കാട്ടിൽ കുറച്ച് മുകളിലാണ്, ഒരു 5% മുകളിലുണ്ട്. അപ്പം ഓപ്പണിങ്ങിലൊക്കെ ഈ റേഞ്ച് വന്ന് മുട്ടിയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് സെല്ലിങ്ങിനുണ്ട്. അതുപോലെ സുവൻ ഫാർമയും ഓപ്പണിങ്ങിൽ ആവറേജിന് മുകളിൽ വന്ന് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. കോൺകോഡ് ബയോ ഹൈ, അതായത് ഹൈ 2300 മുകളിൽ പോയിട്ട് ഈ റേഞ്ച് തട്ടി താഴെ വന്നാൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ലെങ്കിൽ R1 പോയിട്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ല ചാൻസ് ആയിരിക്കും. മഹീന്ദ്ര ലോക് ഈ R1 റേഞ്ചിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങുക, 500 മുകളിൽ പോയിട്ട് ഇറങ്ങുക. R1 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ 499 താഴോട്ട് പോയാൽ നല്ല രീതിയിൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ അസാഹി ഇന്ത്യ എന്ന് പറയുന്ന ഷെയറും പിന്നെ R1 എന്ന പ്രീവിയസ് ഡേ ഹൈ എന്ന 720 എന്നോ അതല്ല R1 റേഞ്ചിൽ നിന്നോ ചാൻസ് കിട്ടിയാൽ നമുക്ക് ഒരു നല്ലൊരു എൻട്രി പ്രതീക്ഷിക്കാം. സെല്ലിങ്ങിന് ഒരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കോക്കെക്സും അതുപോലെ R1 മുകളിൽ പോയതിനു ശേഷം ഈ പ്രീവിയസ് ഡേ ഹൈയുടെ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയാൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഇറങ്ങി വരാം. ഇൻഡോസ്റ്റാർ വന്നിട്ട് ഓപ്പണിങ് ചിലപ്പോൾ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കുക. ഇതിനകത്ത് KPR മില്ലിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ R2 റേഞ്ച് ടച്ച് ചെയ്യാനൊരു പ്രവണത കാണിക്കും. അങ്ങനെ വന്നിട്ട് ഇറങ്ങുന്ന കണ്ട നല്ലൊരു ചാൻസ് അതിനകത്ത് പ്രതീക്ഷിക്കുക. പിന്നെ റോസൽ ഇൻഡസ്ട്രീസ് 12% 621. അത് ഈ R1 വന്നിട്ട് ഇറങ്ങണം നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാനകത്ത്. അതല്ല പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്ന കണ്ടാലും ചാൻസ് എടുക്കാം. അത് ഞാൻ വെച്ചോണ്ടിരിക്കുന്നത്. നിയോജൻ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിറങ്ങിയാൽ ഒരു ചാൻസ് എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് പിന്നെ തിരിച്ച് മുകളിലോട്ട് കയറാൻ ചാൻസ് കൂടുതലാണ്. ഇന്ന് ഹെവി മൂവ്മെൻറ്റാണ്. അപ്പോൾ നാളെ ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഹൈടെക് കോർപ്പിനകത്ത് 20% ആണ്. അതിനകത്ത് അപ്പോൾ ഓപ്പണിങ്ങിൽ നല്ല റേഞ്ചുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ ഈ R4 അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുക. ഈ ലെവലുകൾ R1 R2 ഏത് ലെവലിൽ നിന്ന് തിരിഞ്ഞ് അങ്ങനെ എടുക്കുക. പക്ഷേ ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കാതെ ഒരു റീസണബിൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ ആകെ 12 ഷെയറേ ഉള്ളൂ. അതുപോലെ ഈ ഗോപാൽ എന്ന് പറയുന്ന ഷെയർ ഇത് ഈ R2 റേഞ്ചിൽ എങ്ങാനും പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയർ ആണ്. ഇതിൻ്റെ പേഴ്സൻറ്റേജ് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പേഴ്സൻറ്റേജ് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഷെയറുകളൊക്കെ ശ്രദ്ധിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ എല്ലാവർക്കും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.